എല്ലാ ഒരുക്കങ്ങളും ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മാവേലിയും നമ്മൾ സ്വീകരിക്കാൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഏത് സമയവും ഇവിടെ എത്തുന്നതാണ്. മാവേലി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഏത് നിമിഷവും നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാം. ഒരു ഗംഭീര സ്വീകരണത്തോടെ നമ്മൾ അദ്ദേഹത്തെ അകത്തേക്ക് കൊണ്ടുവരികയാണ്. നിമിഷങ്ങൾക്കകം അദ്ദേഹം അകത്തേക്ക് വരുന്നതായിരിക്കും. അതാ കേരളത്തിന്റെ രാജാതിരാജൻ മഹാബലി നമ്മളെ കാണാൻ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അകത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളെല്ലാവരും കാണാൻ മാവേലി തമ്പുരാൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഏത് നിമിഷവും അദ്ദേഹം നമ്മളെ കാണാൻ ഞങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. നിമിഷങ്ങൾ മാത്രം. മാവേലി നിങ്ങളെ കാണാൻ ഞാൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മാവേലി തമ്പുരാൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരുടെയും സ്വീകരണത്തോടെ അദ്ദേഹം നിങ്ങളെ കാണാൻ, അല്ലെങ്കിൽ നമ്മളെ കാണാൻ, മാക്കിന്റെ മെമ്പേഴ്സിനെ കാണാൻ, ഹ്യൂസ്റ്റണിലെ ആൾക്കാരെ കാണാൻ അദ്ദേഹം എത്തിയിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ അങ്ങനെ സ്വീകരിക്കാം.
എനിക്ക് തോന്നുന്നു ഈ ഒരു മുഹൂർത്തം വളരെ മനോഹരമാണ്. എല്ലാവരുടെയും ഓർമ്മകളിൽ നിൽക്കട്ടെ. എനിക്ക് തോന്നുന്നു നമ്മുടെ മാക്കിൻ്റെയും ആലിയാൻ്റെയും സന്തോഷമാണ് മഹാബലി തമ്പുരാൻ നമ്മളെ കാണാൻ ഇവിടെ വന്നത്. മഹാബലി തമ്പുരാൻ എന്താണ് ഞങ്ങളോട് പറയാനുള്ളത്? ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? നമുക്ക് സന്തോഷമായി. വാവ് വാവ്. പ്രജകൾക്കൊക്കെ സുഖമല്ലേ? സുഖമല്ലേ? ഒരു കാര്യം പറയാനുണ്ട്. ഈ വർഷത്തെ ഓണം ഭൂമിയിൽ ആദ്യമായിട്ട് ഹ്യൂസ്റ്റണിലെ മാക്കിലാണ് നാം വരാൻ തീരുമാനിച്ചത്. അടിപൊളി. ഭൂമിയിൽ ആദ്യമായി അല്ലെങ്കിൽ നമ്മളെ കാണാനാണ് ആദ്യമായി അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. മാക്കിലെ ഈ ഒരു എനർജി കാണുന്ന സമയത്ത് നമുക്കിവിടെ ഓടി വരാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേരളക്കരയിൽ തുടങ്ങുന്നതിന് മുന്നേ ഓണം നമ്മൾ മാക്കിൽ തുടങ്ങിയത്. പിന്നെ ഒരു രഹസ്യം കൂടി പറയാനുണ്ട് കേട്ടോ. ഹ്യൂസ്റ്റണിൽ വരുന്നോണ്ട് നാം കുറച്ച് ഇംഗ്ലീഷൊക്കെ പഠിച്ചിട്ടുണ്ട്. അടിപൊളി. അതൊക്കെ സംസാരിക്കുന്നതൊക്കെയല്ലേ? പിന്നെ തീർച്ചയായിട്ടും. പിന്നെ ഒരുക്കങ്ങളൊക്കെ പൊടി പൊടിക്കുകയല്ലേ? പോരാ, ഒരുക്കങ്ങളൊക്കെ പൊടി പൊടിക്കുകയല്ലേ? അതാണ് വരുന്ന വഴിയില് വള്ളക്കാരെയും സ്ത്രീജനങ്ങളെയും കുട്ടികളെയൊക്കെ കണ്ടു. പരിപാടികൾ ആരൊക്കെ കണ്ടു? കൂടുതൽ ചോദിക്കുന്നത് ശരിയല്ല. ഓ അങ്ങനെ. ഓക്കെ. അപ്പോ പരിപാടികളൊക്കെ കാണാൻ പുതിയായി. ഞങ്ങൾ ഒരുപാട് നല്ല മനോഹരമായ പരിപാടികളും വെളിക്കുവേണ്ടി ഒരുക്കിയിട്ടുണ്ട്. കാരണം അത്രത്തോളം ആൾക്കാർ ഇവിടെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നൊരു ശരിക്കും നല്ലൊരു വിരുന്ന് തന്നെ മഹാബലിക്ക് ഞങ്ങൾക്ക് തരാൻ പറ്റും. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് നാം. നമുക്കെല്ലാവരെയും കൂട്ടി. അതെ, നമുക്കെല്ലാവരെയും കൂട്ടി പിന്നെ പരിപാടികൾ നടത്തല്ലേ? അപ്പൊ നമ്മൾ തുടങ്ങല്ലേ? നിങ്ങൾ റെഡിയാണോ? എന്താ എന്താ ഈ കുട്ടികളെല്ലാം ഇവിടെ എന്താ 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 നിങ്ങളിവിടെ എന്താ 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 കാര്യം? എന്താ ഈ കുട്ടികൾക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. അത് ശരി. എന്താണ് കുട്ടികളെ? കുഞ്ഞുങ്ങളെ, King Mahabali, I'm your king from thousands of years ago. From thousands of years, I came here to visit you all. You are not Mahabali. Hey, let's open the AI app and start designing our Mahabali. എന്തൊക്കെയാണ് ഈ കുട്ടികൾ പറയുന്നത്? ഈ കുട്ടികളുടെ പേരൻസ് ആരെങ്കിലും ഉണ്ട്? വിളിച്ചുകൊണ്ടാവണം ഈ കുട്ടികളുടെ. Nah, try that one. That looks nice. Let me add shoes for him. Oh wow, he looks cool. Yay! Oh, Zara. Hey Houston, I'm your digital AI Mahabali. How are you all? What kind of Onam do you know? Kunye, Onam brings memories of golden times. People ate good food. They always celebrated. And they were happy. You know, people replace banana leaf with paper. Home sadhya with catering. Home puklam with commercial flowers. So now, I'm their Mahabali. Modern. നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയാണ് പറയുന്നത്? തിരുവാതിര റെഡിയാണെന്ന് തോന്നുന്നു. AI മാവേലി, തിരുവാതിര കണ്ടോളൂ. അപ്പൊ എന്തായാലും മാവേലിക്കും നമ്മുടെ ഒറിജിനൽ മാവേലിക്കും വേണ്ടി തിരുവാതിര കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. അതെ, ഓണത്തിന്റെ തനതായ കലയായ തിരുവാതിര നമുക്കിവിടെ കാണാം. നമുക്കിത് ആസ്വദിക്കാം. മഹാബലി തിരുമേനിക്കും തിരുമേനിക്കും
നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് കാണാവുന്നതാണ്. അതെ, തിരുവാതിര ഗ്രൂപ്പ് റെഡിയല്ലേ? അതിമനോഹരമായ ഒരു തിരുവാതിരയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓണത്തിന്റെ പ്രതീകം എന്ന് പറയുന്ന പോലെ സദ്യ പോലെ തന്നെ പ്രധാനമാണ് തിരുവാതിര. അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ മാക് മെമ്പേഴ്സ് ഒരു പുതിയ കാഴ്ചയാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അതെന്താണെന്നുള്ളത് നിങ്ങൾ കാണുക. സാധാരണ തിരുവാതിരയിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നിങ്ങളാണ് പറയേണ്ടത്. മാക് എപ്പോഴും എന്തെങ്കിലും വ്യത്യസ്തമായ കാര്യങ്ങളായിട്ടായിരിക്കും ഞങ്ങൾ എല്ലാ പ്രാവശ്യത്തെ പരിപാടിക്കും വരുന്നത്. ഈ പ്രാവശ്യവും അതുപോലെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് കാണാം. അത് എന്താണെന്നുള്ളത് അല്പസമയത്തിനുള്ളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ തിരുവാതിര ഗ്രൂപ്പിനെ നിങ്ങളൊന്ന് പ്രോത്സാഹിപ്പിക്കില്ലേ? പോരാ, എനർജി ഇല്ല. സദ്യ നിങ്ങൾക്ക് തരുന്നുണ്ട്, പായസമുണ്ട്, പക്ഷെ അതിനു മുമ്പ് നിങ്ങളുടെ ഒരു എനർജി നമുക്ക് കാണാൻ താല്പര്യമുണ്ട്. ഒരു പോയി വെച്ച് ഹാപ്പി ഓണം. അതാ അല്ലെങ്കിൽ മാവേലി തമ്പുരാൻ വിചാരിക്കും നമ്മളെല്ലാം ഉറങ്ങിയിരിക്കുകയാണോ, അല്ലേ? മാവേലി തമ്പുരാൻ സന്തോഷമാകുന്നുണ്ടോ? എന്തൊരു വലിയ ഒരുക്കമാണ് നടക്കുന്നത്, ആണല്ലേ? മാക്കിന്റെ കളികൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ നമുക്ക് ഈ AI തീരുമാനം മഹാബലിയെടുത്ത് ഒരു പരീക്ഷണത്തിന് നമുക്കൊന്നും മനസ്സിലായില്ല. ആണോ? എന്താണ് ഡിജിറ്റലോ AI? കാലം മാറുന്നതനുസരിച്ച് കൊലം മാറണമെന്ന് പറയുന്ന പോലെയാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമുക്കൊരു ചുമ്മാ ഒരു പുസ്തകം ചോദിച്ചു നോക്കാം. Hello, Mr. AI Mahabali. Nice to meet you. Do you know the meaning of Mahabali? The word meaning of Mahabali. I know that you are completely created through an app, but I would like to ask you. I don't know. ഇതിന് ഡിജിറ്റൽ എന്ന് പറയും. എനിക്ക് തോന്നുന്നു കുട്ടികൾ ആ കമാൻഡ് കൊടുത്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. കൊടുത്തിട്ടില്ല. മഹാബലിയുടെ തിരുവാതിര തുടങ്ങല്ലേ? റെഡി? എവരിബഡി റെഡി? നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ റെഡിയാണെങ്കിൽ ഇവർ കളിക്കുള്ളൂ പറഞ്ഞത്. ഓക്കെ. गजाननं भूतगणादिसेवितं कपित्तजम्बूफलसारभक्षितम् उमासुतं शोकविनाशकारणं नमामि विघ्नेश्वर पादपङ्कजम् गणनायकाय गणदैवताय गणाध्यक्षाय धीमहि गुणशरीराय गुणमण्डिताय गुणेशानाय धीमहि गुणातीताय गुणाधीशाय गुणप्रविष्टाय धीमहि
അടിഞ്ഞണിഞ്ഞ് ഉലഞ്ഞുമായുന്നു വളവിൽ കൊടിമാനത്ത് പൊന്നമ്പലമുറ്റത്ത് തിരിയുന്നു തെളിയുന്നു അടിഞ്ഞണിഞ്ഞ് ഉലഞ്ഞുമായുന്നു ജിഗി ജിഗി തക്കം തേയ്തേ ജിഗി ജിഗി തക്കം തേയ്തേ ജിഗി ജിഗി തക്കം തേ ജിഗി ജിഗി തക്കം തേ ജിഗി ജിഗി തക്കം തേ കളവാണികൾ പാടി കാതരിനീടികളാടി കാലമുറങ്ങിയുണർന്നിടുന്നേറ്റം കാണാൻ വരവായി ഇടനെഞ്ചിലിരുന്നിൻ കാറ്റുടുത്തും മരമിന്നും വേദനയോടെ വിളമ്പുകയാണീ പാതായ സമീപം ഇതൊരു കേരളോത്സവം പഴംപാട്ടു സാധകം കടം കൊണ്ട കേളിജാലം തടവാണികൾ പാടി കാതരിനീടികളാടി കാലമുറങ്ങിയുണർന്നിടുന്നേറ്റം കാണാൻ വരവായി ചീകിത്തിരുകിയ കിളിത്തിരുമുടി എങ്ങിനുലഞ്ഞിതടി കുറത്തി എങ്ങിനുലഞ്ഞിതടി കുറത്തി ചീകിത്തിരുകിയ കിളിത്തിരുമുടി എങ്ങിനുലഞ്ഞിതടി കുറത്തി എങ്ങിനുലഞ്ഞിതടി കുറത്തി മുള്ളെല്ലാം കാട്ടിലൊരിക്കു പോയപ്പോൾ മുള്ളാലഴിഞ്ഞിതടാ കുറവ മുള്ളാലഴിഞ്ഞിതടാ കുറവ മുള്ളെല്ലാം കാട്ടിലൊരിക്കു പോയപ്പോൾ മുള്ളാലഴിഞ്ഞിതടാ കുറവ മുള്ളാലഴിഞ്ഞിതടാ കുറവ നെറ്റിക്കു തൊട്ടൊരു ചന്ദന പൊട്ടൂരി എങ്ങനെ പോയതെടി കുറത്തി എങ്ങനെ പോയതെടി കുറത്തി നെറ്റിക്കു തൊട്ടൊരു ചന്ദന പൊട്ടൂരി എങ്ങനെ പോയതെടി കുറത്തി എങ്ങനെ പോയതെടി കുറത്തി വേറെ കൊണ്ടിട്ടും വയ്യറെ ചെന്നിട്ടും വ്യാപാരെ പോയനെടാ കുറവ വ്യാപാരെ പോയനെടാ കുറവ വേറെ കൊണ്ടിട്ടും വയ്യറെ ചെന്നിട്ടും വ്യാപാരെ പോയനെടാ കുറവ വ്യാപാരെ പോയനെടാ കുറവ മൂക്കിൽ കിടന്നൊരു മുക്കണി മൂക്കുത്തി എങ്ങനെ പോയതെടി കുറത്തി എങ്ങനെ പോയതെടി കുറത്തി മൂക്കിൽ കിടന്നൊരു മുക്കണി മൂക്കുത്തി എങ്ങനെ പോയതെടി കുറത്തി എങ്ങനെ പോയതെടി കുറത്തി മൊന്തയിൽ നിർവെള്ളം മോന്തി കുടിച്ചപ്പോൾ മൊന്തയിൽ പോയനെടാ കുറവ മൊന്തയിൽ പോയനെടാ കുറവ മൊന്തയിൽ നിർവെള്ളം മോന്തി കുടിച്ചപ്പോൾ മൊന്തയിൽ പോയനെടാ കുറവ മൊന്തയിൽ പോയനെടാ കുറവ കൈമേൽ കിടന്നൊരു കരകവളമുത്ത് എങ്ങനെ പോയതെടി കുറത്തി എങ്ങനെ പോയതെടി കുറത്തി കൈമേൽ കിടന്നൊരു കരകവളമുത്ത് എങ്ങനെ പോയതെടി കുറത്തി എങ്ങനെ പോയതെടി കുറത്തി കാട്ടിൽ കാതും കുട്ടി ചുറ്റി പിടിച്ചപ്പോൾ പൊട്ടിത്തെറിച്ചിരടാ കുറവ പൊട്ടിത്തെറിച്ചിരടാ കുറവ കാട്ടിൽ കാതും കുട്ടി ചുറ്റി പിടിച്ചപ്പോൾ പൊട്ടിത്തെറിച്ചിരടാ കുറവ പൊട്ടിത്തെറിച്ചിരടാ കുറവ ഞാനിതൊന്നും അറിഞ്ഞില്ല പഞ്ചവർണ്ണ കിളിയെ കുറത്തി പഞ്ചവർണ്ണ കിളിയെ കുറത്തി ഞാനിതൊന്നും അറിഞ്ഞില്ല പഞ്ചവർണ്ണ കിളിയെ കുറത്തി പഞ്ചവർണ്ണ കിളിയെ കുറത്തി പഞ്ചവർണ്ണ കിളി എന്തുര ചെയ്താലും പാപം പലതുണ്ടടാ കുറവ പാപം പലതുണ്ടടാ കുറവ പഞ്ചവർണ്ണ കിളി എന്തുര ചെയ്താലും പാപം പലതുണ്ടടാ കുറവ പാപം പലതുണ്ടടാ കുറവ പാപം പലതുണ്ടടാ കുറവ പാപം പലതുണ്ടടാ നാടിൻ നന്മകനെ പൊന്മകനെ മുത്തയവനും ഇന്നും സൂര്യനും ചന്ദ്രികനും നയവനും കാലം തന്നു വച്ച രക്ഷകനും സിംഹാലകനും കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോയി എന്നും പന്തത്തിൽ വിട്ടുമില്ല ഇരുണ്ടിൽ സെറ്റി പാടും രാജാവുക്ക് എല്ലാവരും സുല്ല ഇവരെ കൊടുവാനായി മുഞ്ചനും കാലം എടുത്തു വച്ച സ്വർഗം ഒരു മന്ത്രം
ജനനി നാരായണി നാഗകുങ്കണ നടരാജമനോഹരി ജ്ഞാനവിദ്യേശ്വരി രാജരാജേശ്വരി ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാ സർപ്രൈസ് ആയി വരൂ. മഹാബലി തിരുമേനി, എന്ത് തോന്നുന്നത് കണ്ടിട്ട്? എന്താണ് ഈ തിരുവാതിരയുടെ പ്രത്യേകത തിരുമേനി കണ്ടത്? സന്തോഷായി. ഇത്രയും വലിയൊരു തിരുവാതിര. ഇതിന്റെ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. എന്താണ് ആ പ്രത്യേകത എന്ന് പറയാമോ? എനിക്ക് തോന്നുന്നത് പുതിയതും പഴയതും സമന്വയിപ്പിച്ച്. പുതിയതും പഴയതും അല്ലേ? AI മാവേലിക്ക് വേണ്ടി ട്രഡീഷണൽ കോഴ്സസ് മോഡേൺ. അങ്ങനെയാണ് അല്ലേ? എല്ലാവർക്കും സന്തോഷമായോ? ഇഷ്ടപ്പെട്ടോ? ആരും നല്ല രീതിയിൽ കൈയടിച്ചില്ല. അതാണ് എന്തൊരു നല്ല പെർഫോമൻസ് അല്ലേ? ഇഷ്ടപ്പെട്ടോ? Yes, that's right. What a wonderful performance. അപ്പോ ഇവിടെ പിന്നെ പ്രസിഡന്റും പരിവാരങ്ങളൊന്നും ഇല്ലേ ഇവിടെ? പറഞ്ഞത് ശരിയാണല്ലോ. എല്ലാ കമ്മിറ്റി മെമ്പേഴ്സും ഒരു നിമിഷം സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. ഉണ്ട് തിരുമേനി, ഉണ്ട് ഉണ്ടല്ലേ? എല്ലാവരും അല്പം ബിസിയിലാണ്. പക്ഷെ എല്ലാവരും ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവരെല്ലാം പരിചയപ്പെടുത്തിട്ട് തിരുമേനി ഞങ്ങളോട് വിടുള്ളൂ. ശരി ശരി. എല്ലാ കമ്മിറ്റി മെമ്പേഴ്സും ഒരു മിനിറ്റ് സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. മാക്കിന്റെ ഈ വശത്തെ ലീഡർഷിപ്പ് ടീമിനെ മഹാബലി പരിചയപ്പെടുത്തുകയാണ് അവിടെ. അപ്പൊ നമുക്ക് പ്രസിഡന്റിനെ ഇങ്ങോട്ട് വിളിച്ചാലോ? വിളിക്കാം അല്ലേ? റോബി, നമ്മുടെ മാക്കിന്റെ ഈ വശത്തെ പ്രസിഡന്റ്. ഹലോ, എനിക്കറിയാം എല്ലാവരും സദ്യ കഴിക്കാനായിട്ട് വളരെ ആശിച്ചിരിക്കുകയാണ്. ഇത് ഈസ്റ്ററിലെ തന്നെ ആദ്യത്തെ സദ്യയാണ്. ഭൂമിയിലെ ആദ്യത്തെ ഈ വർഷത്തെ ഭൂമിയിലെ ആദ്യത്തെ സദ്യയാണ്. മഹാബലി അറിയാവുന്ന കാര്യങ്ങൾ എന്നെക്കാട്ടിലും നന്നായിട്ട് അറിയാവുന്ന മഹാബലി എല്ലാ കാര്യങ്ങളും അറിയാവുന്ന മഹാബലി. അതുകൊണ്ടാണ് സന്തോഷത്തോടെ ഇവിടെ വന്നത്. താങ്ക് യു മഹാബലി നമ്പരാനെ ഇങ്ങനെ നമ്മളെ വന്ന് കാണാൻ എനിക്ക് സമയം കണ്ടെത്തിയതിൽ കേരളത്തിൽ പോകാതെ ഹ്യൂസ്റ്റണിലോട്ട് കാണിച്ച ആ മനസ്സിന് ഞങ്ങൾ ഭയങ്കര താങ്ക് യു. അപ്പം ഈ വർഷത്തെ മാക്കിൻ്റെ കമ്മിറ്റി മെമ്പേഴ്സിനെ നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. പ്രവീൺ ഗോപിനാഥ്, വൈസ് പ്രസിഡന്റ്. കയ്യടി പോരാ. അതെ, ഒത്തിരി കഷ്ടപ്പെട്ടതാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഒത്തിരി കാര്യങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഒരു കൈയടി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്നെക്കാളും കൂടുതൽ കഷ്ടപ്പെട്ടത് സെക്രട്ടറി വിനീത വാസുദേവൻ. നമ്മുടെ ലേഡീസ് പടയാളിയാണ്. എന്ത് കാര്യം ചെയ്താലും അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന വിനീത. ട്രഷർ ദീപു കുര്യൻ. മോഡലാണ്, അതോടൊപ്പം ഡാൻസുകാരനാണ്. എല്ലാ മേഖലയിലും തിളങ്ങുന്നതാണ് ദീപു. പിന്നെ അടുത്തതായിട്ട് വിളിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഇത്രയും നേരവും ഇവിടെ ഇരുന്ന് നമ്മളോട് ഒത്തിരി വർത്തമാനം പറഞ്ഞു. വിമലിനോട് നമ്മളൊരു പൂ ചോദിച്ചാൽ വിമലൊരു പൂക്കാലം നമുക്ക് തരും. അങ്ങനെയാണ് വിമൽ. പിന്നെ ഒരു ഫിലിം ഡയറക്ടറാണ്, അതോടൊപ്പം ഒരു റേഡിയോ ആർജയാണ് വിമൽ കുമാർ. വിമലാണ് ജോയിന്റ് സെക്രട്ടറിയാണ് നമ്മുടെ. പിന്നെ നിങ്ങളിപ്പോൾ ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ തിരുവാതിര നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ തിരുവാതിര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ഗോസ് ടു ദ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ്. ബിക്കോസ് ഞങ്ങളുടെ മാക്കിൻ്റെ എല്ലാ പരിപാടികളും വളരെ എക്സെപ്ഷണൽ ആയിട്ട് ഒത്തിരി അപ്രീസിയേഷൻ റിസീവ് ചെയ്യുന്നത് എപ്പോഴും ഞങ്ങളുടെ
program coordinators are always, I'll give credit to the program coordinators because ഞാൻ വളരെ കലാപരമായി വളരെ മോശമുള്ള ഒരാളാണ്. അപ്പം ആ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് ആണ് സുഹാസിനി ഷിംന, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്മിറ്റി ഒരു പഴയ കാലമാണെങ്കിൽ ഇത്രയും പേരെയൊക്കെ കമ്മിറ്റിയിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പം ഈ പറഞ്ഞ പോലെ മോഡേൺ ഏജ് ആണ്. അപ്പം നമ്മുടെ കമ്മിറ്റിയിൽ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഔട്ട്റീച്ച് ലൈക്ക് ഡിജിറ്റൽ ഔട്ട്റീച്ച് കോർഡിനേറ്റർ ആയിട്ട് നിതിൻ, അടുത്ത പോസ്റ്റ് കുറച്ച് സ്പെഷ്യലാണ്. നിങ്ങളെല്ലാവരും വിചാരിക്കും ഞങ്ങളെല്ലാവരും ഒത്തിരി പ്രായമുള്ള ആൾക്കാരായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ യൂത്തുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ശരിക്കും അതല്ല സത്യം. ഞങ്ങളൊക്കെ പറഞ്ഞ പോലെ കുറച്ച് യൂത്താണ്. അവിടെ ഇവിടെ ഇച്ചിരി നിറച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ മനസ്സുകൊണ്ട് ഭയങ്കര യൂത്താണ്. ബട്ട് സ്റ്റിൽ വി ഹാവ് എ യൂത്ത് കോർഡിനേറ്റർ നോഹ. ഇതാണ് മാക്കിന്റെ ഈ വർഷത്തെ ലീഡർഷിപ്പ് ടീം. Give it up for the MAC committee. And thank you so much for everyone. എല്ലാവരും ഇവിടെ നമ്മൾ മാക്കിൻ്റെ പ്രോഗ്രാം എപ്പോഴും നമ്മൾ ഓൺ ടൈമിൽ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പം പീപ്പിൾ ദോസ് ഹു കം അറ്റ്ലീസ്റ്റ് യു കേം ടു നോ ദാറ്റ് നമ്മൾ 11 മണി എന്ന് പറഞ്ഞാൽ ഒരു 15:05 വരെയൊക്കെ പോകും. പക്ഷെ അതിന് മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വെക്കുന്നുണ്ട്. സാധാരണഗതിയിൽ നോർമലി വി വാണ്ട് ടു സ്റ്റാർട്ട് 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വാണ്ട് ടു സ്റ്റാർട്ട് അറ്റ് 10:59. ബട്ട് നമ്മൾ we want to see it different from other associations because sometimes it's get delayed. We got so many complaints. We learn from our past and we start our program on time. അതേപോലെ തന്നെ എല്ലാവർക്കും ഇറ്റ്സ് എ സദ്യ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സദ്യയുടെ ഇൻസ്ട്രക്ഷൻസ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കഴിയുമ്പോൾ വന്ന് എല്ലാവരോടും പറയാം. എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാരോടൊക്കെ വരാനുണ്ട്. അപ്പം ഞാൻ എല്ലാവരോടും സദ്യയുടെ ഇൻസ്ട്രക്ഷൻസ് പറയാം. ആൻഡ് താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരു മനോഹരമായ ഓണം നേരുന്നു. ഹാപ്പി ഓണം. Happy Onam. ഹാപ്പി ഓണം. താങ്ക് യു മഹാബലി. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നതിന് വളരെ സന്തോഷം. മഹാബലിക്ക് പോകാൻ സമയമായി. അല്പനേരം കൂടെ അദ്ദേഹം നമ്മളോട് ഉണ്ടാവും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം. ഓക്കെ, അടുത്ത പരിപാടി എന്താണെന്നുള്ളത് ഒരു സർപ്രൈസ്. ഇതുവരെ നിങ്ങൾ തിരുവാതിര കണ്ട് ആസ്വദിച്ചല്ലോ. ഇനി കാണാൻ പോകുന്നത് ഒരു പാട്ടാ, കോർഡിനേറ്റഡ് ബൈ പ്രസാദ് വോയിസ് ഗ്രൂപ്പിന്റെ സോങ് ആണ്. അതെ, ഈ പ്രാവശ്യം നമ്മൾ ഈ തീമിനോട് സ്റ്റിക്ക് ചെയ്യാനാണ് ഉദ്ദേശം. അതായത് മോഡേൺ വേഴ്സസ് ട്രഡീഷണൽ. അതുകൊണ്ട് പാട്ടും ആട്ടവും എല്ലാം അതേ ബേസ്ഡ് ആയിരിക്കും. ആൻഡ് സ്റ്റേ ട്യൂൺഡ് ആൻഡ് എൻജോയ്. താങ്ക് യു. Go give this a Muma.
ഇതൊരു ചാൻസ് ആണ്. അദ്ദേഹം നമ്മളെയാണ് ആദ്യം കാണാൻ വന്നിരിക്കുന്നത്. ഈ പരിപാടിക്ക് ശേഷം നമ്മുടെ കിഡ്സ് ഫാഷൻ ഷോയാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ആൾക്കാർ നമ്മുടെ സ്റ്റേജിന്റെ സൈഡിൽ എത്രയും പെട്ടെന്ന് വരേണ്ടതാണ്. അതിന്റെ കോർഡിനേറ്റേഴ്സ് കുട്ടികളെ കൊണ്ട് സ്റ്റേജിന്റെ സൈഡിൽ വരേണ്ടതാണ്. ഹലോ സിനു, ഈ മൈക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാണ്. Hello. 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 Hi guys. Hello. Hey guys. What's good chat? ഇതിന്റെ സൗണ്ട് വോളിയം ഇച്ചിരി കൂട്ടാൻ പറ്റുമോ? ഹലോ യാ Hello. What's good chat? Hello. ഹലോ What's the chat? Hello. ഹലോ ടെസ്റ്റ് ഹലോ. Hello. Let's just start with that. You know what? Let's just start with this and get Ready? song. What's the chat? Silence. Avelina, do I need a collar?
കൃഷ്ണ എന്റെ സ്വന്തം ഗുരുവായൂരപ്പ. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. അയ്യോ, നിങ്ങൾ ഇത്രയും കൈയടി കൊടുക്കുന്നുള്ളൂ. ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് പാടിച്ചതിന്. ഇവരെ ഇത്രയും നന്നായിട്ട് പാടിപ്പിച്ച ഒരു മാസ്റ്ററിനും ഒരു കൈയടി കൊടുക്കണം. മിസ്റ്റർ പ്രസാദ്. പ്രസാദാണ് ഇത്രയും കഷ്ടപ്പെട്ടത്. ഗുഡ് ജോബ്, ഗുഡ് ജോബ്. ഇപ്പൊ നമ്മുടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും പതുക്കെ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പേടിക്കണ്ട, നമ്മുടെ സദ്യക്ക് ഇപ്പം റെഡിയാകും. അതിനു മുമ്പ് നമ്മുടെ കൊച്ചു കുട്ടികളുടെ ഒരു ഫാഷൻ ഷോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. റെഡിയാണോ? ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാഷൻ, പുതിയ ഉടുപ്പ്, അങ്ങനല്ലേ? അല്ലേ? ആരും ഒന്നും വേണ്ടുന്നില്ല. അങ്ങനെയാണോ? എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടോ? അടുത്ത പ്രോഗ്രാമിലേക്ക് പോവാമോ? നിങ്ങൾ റെഡിയാണോ? പോരാ, ശബ്ദം പോരാ. റെഡിയാണോ? ഓക്കെ, എന്നാൽ നമുക്ക് ഒരു ഫാഷൻ ഷോ കണ്ടിട്ട് തിരിച്ചു വരാം. ചിലരുടെ
നിങ്ങൾ ഈ കൊച്ചുകുട്ടികളുടെ പെർഫോമൻസിന് നല്ലൊരു കൈയ്യടി കൊടുക്കണം. അവരെ ഇത്രയും വരെ സ്റ്റേജിൽ എത്തിക്കാൻ പെട്ട പാട് ഇതിന്റെ പിന്നിലുള്ളവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടോ? നമ്മൾ ഭയങ്കര പ്രിസൈസ് ആയിട്ടാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ആക്ച്വലി വി റിയലി വാണ്ട് ടു എൻഗേജ് യു പീപ്പിൾ. അറ്റ് ദ സെയിം ടൈം വി റിയലി വാണ്ട് ടു ഗിവ് സംതിങ് വെരി വെരി സ്പെഷ്യൽ ഓൾസോ. അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ സംഭവിക്കുന്നുണ്ടോ ഇവിടെ? ഉണ്ടോ? പക്ഷെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് എനിക്കൊന്നും തോന്നുന്നില്ല. ഉണ്ടോ? അതോ നിങ്ങൾ കഴിക്കാൻ വേണ്ടി മാത്രം വെയിറ്റ് ചെയ്തിരിക്കുകയാണോ? അങ്ങനെയാണോ? അത് സദ്യ കഴിച്ചാലോ? ഇപ്പോൾ റെഡിയാണോ? ആർക്കെങ്കിലും ഇപ്പം സദ്യ കഴിക്കണം തോന്നുന്നുണ്ടോ? ആർക്കില്ല? നമുക്കൊരു ചെറിയ ഗെയിം ആയാലോ? പിന്നെന്താ? നിനക്ക് എന്താ ഓണത്തെ പറ്റി ചോദിക്കാനുള്ളത്? ഞാൻ ഇവിടെ ഒരാൾക്ക് മൈക്ക് കൊടുക്കാം. അപ്പം നമുക്ക് അവരുടെ അനുഭവങ്ങൾ ഓണത്തിനെ പറ്റി പങ്കെടുക്കാം. നിനക്ക് എന്താ മനസ്സിൽ ഓടി വരുന്നത്? ആദ്യം ഞാൻ പെട്ടെന്ന് ഒരു ഫസ്റ്റ് ഞാൻ ആക്ച്വലി മാവിയോട് ചോദിക്കാൻ പറ്റിയൊരു ചോദ്യം ചോദിക്കട്ടെ. ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാം. കറക്റ്റ് ആയിട്ട് ഉത്തരം പറയുന്നവർക്ക് നമ്മളൊരു സ്പെഷ്യൽ പായസം കൊടുക്കാം. ഒരു സ്പെഷ്യൽ പായസം കൊടുക്കില്ലേ ഉത്തരം പറയുന്നവർക്ക്? ഓക്കെ, ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മഹാബലി? എന്താണ് മഹാബലി എന്നുള്ള പേരിന്റെ അർത്ഥം? പറയാം ആർക്കെങ്കിലും? ആർക്ക് വേണമെങ്കിലും പറയാം. എന്ത് ഉത്തരം വേണമെങ്കിലും പറയാം. കൊടുക്കണം മൈക്ക്. ആർക്കെങ്കിലും കൊടുക്കുക. ആർക്ക് വേണമെങ്കിലും കൊടുത്തോ. ഫ്രണ്ടില് ഹരിച്ചേട്ടൻ ഇരിപ്പുണ്ട്. കൊടുക്ക്. ഹരിച്ചേട്ടൻ പറയാൻ നോക്കാം. എന്താണ്? എന്നെ നോക്കരുത് പ്ലീസ്. ആർക്കെങ്കിലും പറയാമോ? അതെ, മൈക്ക് കൊടുക്ക്. ഓക്കെ, പേര് പറയാ. പേര് തമ്പിക്കുഞ്ഞു ഫിലിപ്പ്. മഹാബലി, മഹത്തായ ത്യാഗം, മഹത്തായ ബലി. മഹത്തായ കറക്റ്റ് ഉത്തരവാണ്. അതാണ് ദ ബിഗസ്റ്റ് സാക്രിഫൈസ്. അതാണ് ഇതിന്റെ ആൻസർ. ഹരിച്ചേട്ടൻ എന്തായാലും നമ്മൾ വിളിച്ചു പോയി. ഹരിച്ചേട്ടാ, എന്തുണ്ട് വിശേഷം? ഓക്കെ, ഒന്ന് എണീറ്റ് നിന്നാൽ എല്ലാവർക്കും കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഇത് നമ്മുടെ വിശിഷ്ടാതിഥിയാണ് ഹരിച്ചേട്ടൻ. നമ്മുടെ എല്ലാവരും ഭയങ്കര പ്രിയപ്പെട്ടവനാണ്. അപ്പൊ ഹരിച്ചേട്ടൻ, ഓണത്തിനെ പറ്റി 2 വാക്ക്. ചെറിയ കാലത്തിലെ ഓണത്തിന്റെ ഓർമ്മകൾ നൽകുന്ന മധുരമായ എന്തെങ്കിലും ഓർമ്മകൾ പറയൂ. നമസ്കാരം. ഓണം എന്ന് പറയുന്നത് നമുക്ക് കൊച്ചിലെ പൂ പറിക്കാൻ പോകുന്നതാണ് നമുക്ക് ഏറ്റവും ഓർമ്മയുള്ളത്. അതും കാക്കപ്പൂ പറിക്കുന്നതാണ് നമുക്ക് ഏറ്റവും. ഇപ്പോഴും ഞാൻ ഓർക്കുന്നത് കാക്കപ്പൂ കൊത്തി നമ്മൾ പറിക്കുന്നതാണ്. അതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ മത്സരിച്ച് അയൽവക്കത്തെ വീട്ടുകാരും ഒക്കെ ആയിട്ട് മത്സരിച്ച് നമ്മൾ ഓണപ്പൂക്കളം ഇട്ടുകൊണ്ടിരുന്ന അതാണ് ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾ ഓർത്തിരിക്കുന്നത്. അരുവലി, ഓണത്തിന്റെ എന്തെങ്കിലും വ്യത്യസ്തമായ ഓർമ്മകൾ ആർക്കെങ്കിലും ഷെയർ ചെയ്യണോ? ഓണം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ ആൾക്കാർക്കെല്ലാം പെട്ടെന്ന് വരുന്ന അയ്യോ എനിക്ക് പണ്ടത്തെ അല്ലെങ്കിൽ അന്നത്തെ പാട്ട്, അന്നത്തെ സദ്യ, അതൊന്നും അല്ലാതെ ഇന്നത്തെ സദ്യയും അല്ലെങ്കിൽ ഇന്നത്തെ ഓണത്തെ പറ്റി എന്തെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ട് ആർക്കെങ്കിലും പറയാമോ? അങ്ങനെ പറയുന്നവർക്ക് നമ്മളൊരു സ്പെഷ്യൽ സമ്മാനം കൊടുക്കുമായിരിക്കും. അതെ, ബോണി എന്നെ നോക്കുന്നു. ആണോ? ബോണിക്കാണ് പറയാനുള്ളത്. ബോണിക്ക് എന്താ പറയാനുള്ളത്? ബോണിക്ക് മൈക്ക് കൊടുക്കും. ബോണി, ഇന്നത്തെ ഓണം സദ്യ കഴിഞ്ഞാൽ നമ്മൾ കാറിന്റെ ട്രങ്ക് പൊക്കുന്ന ഒരു പരിപാടിയുണ്ട്. എന്ത് പൊക്കുന്ന? കാറിന്റെ ട്രങ്ക്, കാറിന്റെ ഡോർ തുറക്കുന്ന ഒരു പരിപാടി. അതൊരു നമ്മുടെ നാട്ടിലില്ലാത്തൊരു പരിപാടിയാണ്. ആണല്ലേ? ഓക്കെ. അങ്ങനെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഓണവിശേഷങ്ങൾ ആർക്കെങ്കിലും ഷെയർ ചെയ്യണോ? എന്തുണ്ട് ജോർജേട്ടാ, എന്തുണ്ട്? ഇവിടെ നിൽക്കലാണോ ഇങ്ങനെ? എന്താണ് ഓണത്തിന്റെ സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാണ്? പ്രഥമൻ. അപ്പൊ ഒരാൾ പ്രഥമൻ കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിവിടെ കുറെ വിശിഷ്ടാതിഥികളുണ്ട്. രാധ ഇവിടേക്ക് നമുക്ക് ഗസ്റ്റ് ആയിട്ട് വന്ന നമ്മുടെ മാക്കിന്റെ അംഗം പോലെയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഓക്കെ, ഓണത്തിനെ പറ്റി എന്തെങ്കിലും 2 വാക്ക്. പഴയ ഓണം വേണം, പുതിയ ഓണം വേണം? ഓക്കെ, I'll start with പഴയ ഓണം. ഓൾഡ് ഓണം അല്ലെങ്കിൽ പഴയ, ഞാൻ കേരളത്തിലുള്ള
ഉണ്ടായിരുന്നപ്പോൾ അത് എനിക്ക് ഓൾവേസ് മെമ്മറീസ് ഇസ് വിത്ത് മൈ കസിൻസ്, മൈ ഗ്രാൻഡ് ഫാദർ. എല്ലാവരും ഒരുമിച്ച് ഞങ്ങൾ ഒരു ദിവസം കൂടി സദ്യയൊക്കെ കഴിക്കുന്ന ആ ഓണമാണ്. സോ ഐ റിയലി മിസ് ദാറ്റ്. ബട്ട് ഇവിടെ ഫ്രണ്ട്സ് ലൈക്ക് ഫാമിലി, ആൻഡ് ദാറ്റ്സ് വൈ വി ആർ ഹിയർ ആസ് ഗസ്റ്റ്. സോ താങ്ക് യു മാൻ, താങ്ക് യു പ്രസാദ് ഫോർ ഇൻവിറ്റേഷൻ, ആൻഡ് ദിസ് ഇസ് റിയലി ഗുഡ്. വി ആർ എൻജോയിങ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമുകൾ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അടുത്തൊരു പ്രോഗ്രാമിലേക്ക് നമുക്ക് പെട്ടെന്ന് പോയിട്ട് തിരിച്ച് ഓണവിശേഷത്തിലേക്ക് വരാം. സൗണ്ട് സിസ്റ്റം റെഡി അല്ലേ? ഓക്കെ. കുറച്ച് കൊച്ചു കുട്ടികളെ നമുക്ക് ഒരിക്കൽ കൂടെ നമുക്ക് സ്റ്റേജിൽ കാണാം. നിങ്ങളുടെ പ്രോത്സാഹനം വേണം, ഒരു കൈയ്യടി വേണം കുട്ടികൾക്ക്. ശക്തി പോരാ, പിള്ളേർക്കൊരു ആവേശം വേണം.
Wow, what a beautiful program. ഒരിക്കൽ കൂടി ഇതിൻ്റെ കൊറിയോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ച എല്ലാവർക്കും വൺ മോർ മെനി താങ്ക്സ്. എനിക്കൊന്നു ലക്ഷ്മി, യു ആർ ദ ലീഡർ റൈറ്റ്? ലക്ഷ്മി, കൃഷ്ണ, ഇവരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർ. ഈ കുട്ടികളെ ഇത്രയും മനോഹരമായി ഈ സ്റ്റേജിൽ എത്തിച്ചത് നിങ്ങൾ എല്ലാവർക്കും അറിയാം. ഇറ്റ്സ് നോട്ട് ആൻ ഈസി ജോബ്, പക്ഷേ വി മേഡ് ഇറ്റ്. ഇഷ്ടപ്പെട്ടോ? അതാണ് അടുത്തത്. എല്ലാ ഓണത്തിനും എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ വള്ളംകളി ഇല്ലാതെ ഒരു ഓണമില്ല. പക്ഷേ അടുത്തത് നമ്മുടെ ഞാൻ പറഞ്ഞു നിർത്തിയതുപോലെ ഒരു വള്ളംകളിയാണ്. പക്ഷേ ഈ വള്ളംകളിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകതകൾ ഉണ്ടാവണമല്ലോ. അപ്പോൾ നമുക്ക് എന്താണ് ഈ പ്രത്യേകത, എന്താണ് ഈ വള്ളംകളിയുടെ പ്രത്യേകത, വാട്ട്സ് ദ ഡിഫറൻസ് ഓഫ് ദിസ് ബോട്ട് കളി അല്ലേ, നമുക്ക് നോക്കാം. റെഡിയാണോ? അപ്പോൾ അതിനു മുമ്പ് ഒരിക്കൽ കൂടി ഈ കൊച്ചുകുട്ടികളെ സ്റ്റേജിൽ എത്തിച്ച് ഒരു ഫാഷൻ ഷോ നടത്തിയ ലക്ഷ്മിക്ക് നമ്മൾ ഒരിക്കൽ കൂടി ഒരു നല്ലൊരു കൈയടി കൊടുക്കുകയാണ്. കൊടുക്കില്ലേ? ഇനി ഇതുപോലുള്ള നല്ല നല്ല പരിപാടികൾ ഭാവിയിലും ഉണ്ടാവട്ടെ. അപ്പോൾ നമുക്ക് വള്ളം കളിയിലേക്ക് കയറാം. വള്ളംകളി ടീം റെഡിയാണോ? ഒരു 2 മിനിറ്റ് നമ്മുടെ വള്ളം കളിക്കാർക്ക് ഒരു പ്രിപ്പറേഷൻ വേണം. കവിയുടെ സ്മൃതികളിലെന്നും നിറയും ഒരു നമ്മുടെ മാവേലി കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ പോവാണ്. If anybody would like to take a photo with Maveli, this is your last chance. He needs to go away and he is a very busy person, as you everybody knows that. So this is one of the best chance to take a photo with him. If anybody wants, don't miss this chance. We have a photographer, Mr. Sham, so you can utilize him as well. Or if you want to take any selfies, this is the last chance. So are you ready to, or do you have any excitement to see the next program? Something different than kids show? I know that you have seen a lot of kids shows. So this is not a kids show. This is an adult show, the next program. So definitely something different you can see on stage. Excited? Allah? Ningal enjoy cheyyunnando? Everybody is enjoying? Yes, no? ഒരു മിനിറ്റിനുള്ളിൽ നമ്മൾ അടുത്ത പ്രോഗ്രാം തുടങ്ങുകയാണ്. ഷെടാ, ഞാൻ എന്തോ മറന്നല്ലോ. അല്ല, ഇവന്മാരിവിടെ എന്ത് കളിച്ചോണ്ടിരിക്കും? എടാ, നിങ്ങൾ ഇപ്പോഴും ജീവിതം കളിച്ചോണ്ടിരിക്കുകയാണോ? നിർത്തടാ, മതി. സാധനം എടുക്കണേ, നമുക്ക് പണി തുടങ്ങില്ല. കുപ്പി അല്ലടാ, തുഴയെടുക്കാൻ. എഴുന്നേക്ക്, തുഴയെടുക്ക്, തുടങ്ങിക്കോ മച്ചാനെ. എല്ലാരും റെഡിയല്ലേ? എന്നാ പോയിക്കും മക്കളെ. ഈ ചുണ്ടൻ വള്ളക്കേളി കാണാൻ പോരും ചെറുകുഞ്ഞാറ്റേ, റോഡ് വിളിക്കാൻ വായോ ഇനി മാടോനെ. കാരിച്ചാലും ചമ്പക്കുളവും താഴെ വലിയ
ആ സ്നേഹ സമ്പന്നനെ ഞാൻ അഭിമാന പുരസ്സരം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. കൊടത്താപ്പറമ്പിൽ ജോർജ് ഓർ ദുബായ് ജോർജ്. എല്ലാരും അടിച്ചു കയറി വാ. ഗോഡ്സ് ഓൺ കൺട്രിയല്ലേ, സായിപ്പന്മാരും മദാമ്മമാരും അങ്ങനെ അടിച്ചു കയറി വരട്ടെ. മ്യൂസിക് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കും ഒന്ന് ആടായിരുന്നു അല്ലേ? അപ്പം ഓണം ഫോർ us Keralites is a festival, a celebration, an emotion, a way of life for us, right? ഓണം നമുക്ക് എല്ലാവർക്കും ഒരു ആഘോഷമാണ്. ഇറ്റ്സ് ഒരു ഫീലിംഗ്, ഒരു വികാരമാണ്. സോ ഇറ്റ്സ് എ സെലിബ്രേഷൻ ഓഫ് സദ്യ, ഡാൻസസ്, മ്യൂസിക്, നൃത്തങ്ങൾ, വെറൈറ്റി ഓഫ് സോങ്സ്. അപ്പം ഇനി അടുത്തതായിട്ട് നമുക്കൊരു നൃത്തം കാണാം. Yeah, so going with the theme for the day, we are now going to present under Nidhu's guidance. Yes, a group of girls have put in a lot of effort to bring in the theme of the day. Oru mixed melody of old traditional songs and modern. എല്ലാവരും ഒന്ന് എൻകറേജ് ചെയ്ത് അവരെ പ്രോത്സാഹിപ്പിക്കണം. അവർ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. സോ പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗെദർ ഫോർ നിധുസ് ടീം ആൻഡ് ഗേൾസ്. Mommy.
അല്ലേ? ബ്യൂട്ടിഫുൾ. ഒരു നല്ല കൈയോടെ ഇവർക്ക് കൊടുക്കണം. ബ്യൂട്ടിഫുൾ. സോ ആക്ച്വലി ഇതിന്റെ കൊറിയോഗ്രാഫറെ നമുക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നീതു ഇവിടെ ഉണ്ടോ? നീതു ഒന്നെങ്കിലും ഒന്ന് സ്റ്റേജിൽ നിന്ന് വരുവാണെങ്കിൽ നല്ലതായിരുന്നു. ഓടിവാ. ഇത്രയും മനോഹരമായ ഒരു ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്ത അതിൻ്റെ ടീച്ചറിനും അതിൻ്റെ ക്രെഡിറ്റ് വേണ്ടതാണ്. ഒരു ഫോട്ടോ നമുക്ക് നീതുവിൻ്റെയും കുട്ടികളുടെ കൂടെ എടുക്കാം. ബ്യൂട്ടിഫുൾ. അടുത്ത ഒരു പ്രോഗ്രാം കൂടെ കഴിയുന്നതോടെ നമ്മുടെ പരിപാടികളെല്ലാം സമാപിക്കുകയാണ്. നമ്മൾ അതിനുശേഷം സദ്യയിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഇനിയും ഒരു പ്രോഗ്രാം കൂടിയേ ഉള്ളൂ. അതിനു മുമ്പ് ഞാൻ ഒരിക്കൽ കൂടി നമ്മുടെ മാക്കിന്റെ പ്രസിഡന്റ് മിസ്റ്റർ റോബി എബ്രാഹിമിനെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. റോബി. ഹലോ. എല്ലാവർക്കും വിശക്കുന്നുണ്ടെന്ന് അറിയാം. സോ എനിക്ക് ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ സം ഇൻസ്ട്രക്ഷൻസ് അബൌട്ട് ദ സദ്യ. വി ആർ റെഡി ഫോർ ദ സദ്യ. സദ്യയുടെ വോളണ്ടിയേഴ്സ് എല്ലാം തന്നെ സദ്യയുടെ ആ കൗണ്ടറിൽ എത്തേണ്ടതാണ്. ഇഫ് എനിബഡി ഈസ് actually we have a WhatsApp group. Anybody in that group, please in that counter. പിന്നെ എനിക്ക് എല്ലാവരോടും ഒരു ഹംബിൾ റിക്വസ്റ്റ് ഉണ്ട്. I know that everyone like to serve സദ്യ, ബട്ട് ഇവിടെ എല്ലാവരും കൂടെ സദ്യ വിളമ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സദ്യ മര്യാദയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം അതിന് അസൈൻഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള only those guys has to serve the sadhya. If we have a chance of others as well. Third tripine we are ready to accommodate everyone, but at first 2 trips only assigned people are going to serve the sadhya. I think assigned people already been communicated and they will take care of the things, and you guys please relax and enjoy the sadhya. പിന്നെ അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു പ്രോഗ്രാം കൂടെ നമുക്ക് ബാക്കിയുള്ളൂ. ബട്ട് വി ആർ റിയലി നോട്ട് വെയിറ്റിംഗ് ഫോർ എനി വൺസ് പ്രോഗ്രാം. സോ ദ സദ്യ ആൻഡ് പ്രോഗ്രാം വിൽ ബി ഗോയിങ് പാരലൽ. ഐ ജസ്റ്റ് വാണ്ട് ടു ടേക്ക് മാക് ഈസ് ഓൾവേസ് ബീൻ സ്ട്രിക്റ്റ് ഓൺ ദ ടൈമിങ്സ്. സോ വി വാണ്ട് ടു കീപ്പ് അവർ വേർഡ്സ് വിത്ത് ദ ഗസ്റ്റ് ആൻഡ് ദ മാക് ഫാമിലി. സോ വി ഓൾറെഡി ബീൻ സ്റ്റാർട്ടഡ്. പിന്നെ അടുത്ത ഒരു റിക്വസ്റ്റ്, ഞാൻ കുറേ ആൾക്കാർക്ക് ഈ ഒരു ബ്ലൂ ടാഗ് കൊടുത്തിട്ടുണ്ട്. സോ ദോസ് പീപ്പിൾ അവരായിരിക്കും ആദ്യത്തെ പ്രാവശ്യം സദ്യക്ക് ഒരു പ്രിഫറൻസ് കൊടുക്കുന്നത്. ഇഫ് ദേ ഡോണ്ട് വാണ്ട് ദേ ക്യാൻ സ്റ്റിൽ എൻജോയ് ദ പ്രോഗ്രാം, ബട്ട് അഗെയിൻ ഇഫ് ദേ അർജന്റ് always those people can use this tag and get into the first trip of the sadhya. Say but we have a lot of things, we have a lot of ഇഷ്ടംപോലെ സാധനമുണ്ട്. ആർക്കും ഒന്നും കിട്ടാതിരിക്കത്തില്ല. അങ്ങനെ ഒരു പേടി ഒന്നും ആർക്കും വേണ്ട. ഈ പ്രാവശ്യം നമ്മുടെ സദ്യ നമുക്ക് സെർവ് ചെയ്യുന്നത് ഗുരുവായൂരപ്പൻ ടെമ്പിളിൽ നിന്നാണ്. അപ്പം ടെമ്പിളിൻ്റെ എല്ലാ കമ്മിറ്റിയോടും ഞാൻ എൻ്റെ താങ്ക്സ് അതും കൂടെ ഞാൻ പ്രത്യേകം എടുത്തു പറയുവാണ്, സദ്യയുടെ കാര്യത്തിൽ മാത്രം. അപ്പം ഇവിടെ പലരും വന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഞാൻ ആരെയും കാണുന്നില്ല ഇപ്പം. പക്ഷേ എങ്കിലും അവരാണ് നമുക്ക് ഈ പ്രാവശ്യം സദ്യ ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഡെലീഷ്യസ് ആയിട്ടുള്ള സദ്യയാണ്. സോ പീപ്പിൾ please cooperate with us, sit and enjoy. So the assigned people will serve the sadhya. വിമലേ, അപ്പോൾ നമ്മൾ അവസാനത്തെ ഒരു കലാശക്കൊട്ടിൽ എത്തിയേക്കാം. റോബി പറഞ്ഞ പോലെ തന്നെ the time to enjoy the final show, at the same time to enjoy the beautiful yummy feast on a sadhya. Ready allo? Okay, the time to start our final show, a fashion show with adults. Oh sorry, adults എന്ന് പറയാൻ പറ്റില്ലല്ലോ. സോറി, കുട്ടികളുടെ തന്നെയാണ്. ഐ എം സോറി, അഡൽട്സ് എന്ന് അവരെ വിളിക്കാൻ പറ്റില്ല, അവരൊക്കെ ഇപ്പോഴും കുട്ടികളാണ്. എനിക്കൊരു കറക്ഷൻ ഉണ്ട്. ഇതൊരു ഫൈനൽ ഷോ എന്ന് പറഞ്ഞാലല്ല, ഇതൊരു ഫൈനൽ ഫാഷൻ ഷോ. ഇത് കഴിഞ്ഞും ഇവിടെ പെർഫോമൻസ് ഉണ്ട്. ഇവിടെ അത് കഴിയുമ്പോഴും വി ഹാവ് സോങ്സ് അസൈൻ എവറിത്തിങ്. ദ പെർഫോമൻസ് വിൽ ഗോ ഓൺ. അത് പക്ഷേ സദ്യക്ക് വേണ്ടി നമ്മൾ ഷോ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. That is what I want to tell them. സദ്യക്ക് വേണ്ടി നമ്മൾ ഷോ സ്ലോ ഡൗൺ ചെയ്യുന്നില്ല.
even program പോലെ തന്നെ even Sadhya also very important. So we are just continuing with that. Okay. Okay, so get ready for the show then. കാച്ചിലമ്പേ കാനനമൈനേ കാട്ടുനാവൽ കാപഴുത്തേ നീ വരുകില്ലേ കാടണിയും കാച്ചിലമ്പേ കാനനമൈനേ കാട്ടുനാവൽ കാപഴുത്തേ നീ വരുകില്ലേ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് കണ്ണനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ് പറയാതെ വള്ളിയിൽ വെച്ച് കരളിൽ കയറി ഒളിച്ചവളെ പറയാതെ വള്ളിയിൽ വെച്ച് കരളിൽ കയറി ഒളിച്ചവളെ പതിവായി പലവട്ടം മനസ്സിൽ ചൂടമടിച്ചവളെ ആദ്യമായുള്ളിനുള്ളിൽ പൂത്ത പൂവല്ലേ സമ്മതം തന്നാൽ നിന്നെ താലി കെട്ടിക്കൊണ്ടു മലയാള പെരുമയിരുണരും പൊന്നിൻ തിരുവോണം മാവേലി തമ്പുരാനെത്തുന്നൊരു തിരുവോണം പുലികളിയും പൂവിളിയും പൊന്നൂഞ്ഞാൽ പാട്ടുകളും Grab your passport and my hand. I can make the bad guys go for a week.
What a program. What a super program. ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് റിനി, ഒരു മിനിറ്റ്. റിനിയാണ് ഇത് ഫുൾ കോർഡിനേറ്റ് ചെയ്തതും അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തതും അല്ലേ? റിനി, ഇത്രയും ആൾക്കാരെ ഇങ്ങനെ ഒരു ഫാഷൻ ഷോ ചെയ്തപ്പോൾ എന്ത് തോന്നി? I don't think I can take the full credit. എനിക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ബെനിത and all the kids. നിങ്ങളുടെയൊക്കെ പിള്ളേർ സൂപ്പർ പിള്ളേരാണ്. They are so respected. സമയത്തിനെത്തും, അവർ പറയുന്ന പോലെ ചെയ്യും, ഒരു തർക്കിത്തരവില്ലാതെ. So good എന്ന് പറഞ്ഞാൽ very nice. I am privileged that you asked me to do this. Thank you. Thank you everybody. അപ്പോൾ ഇതോടെ നമ്മുടെ ഓണത്തിൻ്റെ മെയിൻ പരിപാടികളെല്ലാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്ന് വെച്ച് നമ്മൾ സ്റ്റേജ് ഫ്രീ ആയിട്ട് ഇടുന്നൊന്നുമില്ല, കുറച്ച് പരിപാടികൾ കൂടെ ഉണ്ട്. കുറച്ച് സീറ്റുകൾ ബാക്കിയുണ്ട് അവിടെ സദ്യക്ക്, അതുകൊണ്ട് കുറച്ച് പേർക്ക് കൂടെ അവിടെ ഇരിക്കാം. സോറി, ഫുള്ളായി കേട്ടോ, അടുത്തതിലിരിക്കാം. നിറഞ്ഞൊരു കൗമാരം, ഓണത്തുമ്പികൾ പാടും പുഴയോരം, ഓടക്കുഴലൂതും കാറ്റിൻ കളിനീളം. Actually, we have conducted a competition in the sense a drawing competition for the Pookalam, and we would like to recognize those children. So I'm going to call the names of those children. Can you please come over to the stage and get your prize? Ria, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരാമോ? ജോൺ ദീപു, ഇവിടെ എവിടെയെങ്കിലും സ്റ്റേജിലേക്ക് വരാമോ? അങ്ങനെ വരുവാണെങ്കിൽ യു വിൽ ഗെറ്റ് എ സർപ്രൈസ് ഗിഫ്റ്റ്, ഇല്ലെങ്കിൽ നമ്മൾ എടുത്തോണ്ട് പോകും. ഓക്കെ ഓക്കെ, റിയ വന്നിട്ടുണ്ട്, മോളെ ഇങ്ങോട്ട് വാ. How was your day today? Did you enjoy? പ്രൈസ് വേണോ? എന്ത് പ്രൈസാണ് വേണ്ടത്? എന്തെങ്കിലും മതിയോ? ഓക്കെ. സോ റിയയ്ക്ക് നമ്മുടെ വക ഒരു ചെറിയ സമ്മാനം, ഒരു നല്ല കൈയടി കൊടുക്കണം ഈ കുട്ടിക്ക്. അവരെ വരച്ച പോസ്റ്റേഴ്സ് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. സോ താങ്ക് യു റിയ. സോ Trisha, can you please come out to the stage? Trisha is also contributed the drawing competition and she is also being recognized. Thank you, Trisha. How was your day, Trisha? Good. Enjoy ചെയ്തോ? Yeah. സദ്യ കഴിച്ചോ? No, not yet. Another prize വാങ്ങിച്ചോ? Thank you. Anika ഇവിടെ ഉണ്ടെങ്കിൽ ഓടി വാ. Jewel baby and Ashley. So we need all these people on stage. Okay, Anika. Okay, so how about this Onam celebration? Did you enjoy? I thought it was fun. I liked it. Okay, so thank you, Anika, for the beautiful picture. Jewel baby, how was your day? Did you enjoy Onam? Yeah. Okay, so Jewel baby ke Mac in the order recognition. Ashley, hello Ashley, how was your day? Great. How you are enjoying the Onam? Yeah, I'm enjoying it. Okay, so Ashley ke Mac in the vaga order recognition. Thank you. ഈ കുട്ടികൾക്ക് നമുക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാം. So these girls are contributed good pictures for MAC competition. It's not a competition, it's a participation. So we just portray their picture on the wall. Thank you girls. So once again,
ഇവിടെ വന്ന എല്ലാവർക്കും താങ്ക്സ്. എല്ലാവരും വയറ് നിറച്ച് ഓണസദ്യ കഴിക്കൂ. എല്ലാവരും ഓക്കെ അല്ലേ? സദ്യ കഴിക്കാൻ റെഡിയാണോ? Alright, so enjoy the feast. So once again we are signing off. ഇനി ഇതുപോലെ മനോഹരമായ പ്രോഗ്രാമിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അതുവരെ ടാറ്റാ ബൈ. ഇതുവരെ നമ്മളെ MC ചെയ്ത് നമ്മളെ ബോറടിക്കാതെ കാത്തു സൂക്ഷിച്ച വിമൽ കുമാർ. Give it up for വിമൽ കുമാർ. Okay, thank you so much വിമൽ. Hello. ഒരിക്കൽ കൂടി നമ്മുടെ സെക്രട്ടറി ഒരിക്കൽ കൂടി വിളിക്കുകയാണ് വിനിത. Good afternoon, everyone. ഇന്ന് സെക്രട്ടറി എന്ന നിലയ്ക്ക് വോട്ട് ഓഫ് താങ്ക്സ് പറയുന്ന ഒരു പ്രിവിലേജ് എനിക്കുണ്ട്. I'm switching to English, sorry. Good afternoon, everyone. I have the privilege of, as the secretary of MAC, this year to present the vote of thanks. It's been a great pleasure serving this wonderful community, which has grown to be my family away from home. MAC wouldn't have been such a successful event without the support from all our friends and volunteers who are in this journey with us day in and day out. I am taking a few minutes to say a special thanks to each and one of our sponsors. If I missed anyone, please, my humble apologies. I thank the Kalavara team managed by Sony, Bobby, Jason, who go out of their way to give us a seamless flow of the food. Benita and Jesse have been working tirelessly to set up this one beautiful Pookulam, which you have seen and is going to be in all of our pictures tomorrow. Rini has proven to be a wonderful lead to coordinate the fashion shows and a favorite auntie among the teens. She has shown her exquisite creativity. We look forward to more creations from her. We would never be complete if we don't have Raji on our side, whose artistic excellence surprises us each time. And this wonderful sadhya that you see here is from the Guruvayurappan temple. It's a special mention to Ajit, Ramdas and Srikant from their side, and their valuable support in providing this beautiful yummy sadhya. And we are always grateful for this church to host us every year. We thank Mr. Hilbert, the president, and Mr. Perez for accommodating all our needs. They were so prompt in responding to our messages and needs and made it very easy. We hope to come back here every time and are very happy with this wonderful collaboration. I want to express my deepest appreciation to all the parents and the wonderful kiddos for bearing up with all the practices and challenges they face. Yes, I have to thank my wonderful team with Shimna and Suhasni at the top of all the programs as program coordinators, with Vimal assisting them and getting out all the social outreach, Deepu for keeping us check in all our expenses, Nitin with his creative input for all our events, and Noah for getting all the youth so involved. All have been so cooperative with our amazing leaders, Robbie and Praveen. We have great things planned for this upcoming year. It wouldn't be complete if I don't say a special mention to my wonderful family, my husband Manoj and my 3 kids, Madhav, Vasundhara and Mahadev, for their immense support in helping me be here.
And we look forward to seeing all of you at our next planned event, the family picnic. Please reach out to us if you have any issues or suggestions to help us serve you better. Thank you so much for being here and enjoy the beautiful Sadhya, wonderful Sadhya. Happy Onam, everyone. Hello? 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 ഹലോ അടുത്ത നമുക്ക് കുറച്ച് ഇംപ്രോംപ്റ്റ്യൂ ഇവൻറ്റ്സ് ആണ് ഇപ്പോൾ. അടുത്തതായി നമുക്ക് വളരെ ധൈര്യം സംഭരിച്ച് നമ്മുടെ മുന്നിൽ ഒരു നല്ല ഗാനം ആലപിക്കാനായിട്ട് ഞാൻ പ്രസന്റ് ചെയ്യുന്നു കുരുവിള മാത്യു. പ്ലീസ് ഗിവ് ഹിം എ ബിഗ് ഹാൻഡ്. ഈസ് എ ഗുഡ് സിംഗർ. ലെറ്റ്സ് സേ കം ഓൺ. നിലാവിൻ്റെ നീല
Thank you.